നമസ്കാരം. മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയാകണമെന്ന കണക്ക് കൂട്ടലുമായി നടക്കുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം മുന്നിൽ കണ്ടാണ് അദ്ദേഹം ഓരോരോ പ്രവൃത്തിയും വെട്ടിനിരത്തലുകളും ഒക്കെയും നടത്തുന്നത്. പ്രായം മാത്രമാണ് അതിലൊരു പ്രധാന പ്രശ്നം. ഒരുപക്ഷെ CPM-ന് വേണ്ടി ചെലവ് നടത്തുന്നത്, അതായത് ഇവരെയൊക്കെ തീറ്റി പോറ്റുന്നത് പിണറായി ആയതുകൊണ്ട് തന്നെ അതിലും ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നതാണ് വസ്തുത. പിന്നെ മറ്റൊരു കാര്യം, ഈ മുഖമല്ലാതെ മറ്റാരെയാണ് CPM-ന് മുഖ്യമന്ത്രിയായി കാണിക്കാനുള്ളത് എന്നതാണ്. എന്തായാലും തീറ്റി പോറ്റുന്നത് കൊണ്ട് തന്നെ പ്രായത്തിൽ ഇളവ് വേണമെന്നുള്ള ഒരു കർക്കശമായിട്ടുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്കുൾപ്പെടെ ഒന്നും അതിൽ പറയാൻ കഴിയില്ല. അങ്ങനെ CPM-നെ പിണറായി മാറ്റി നിർത്തിയാലും പ്രശ്നങ്ങളൊക്കെ പലതാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഇതൊക്കെ പറഞ്ഞതും ഒരു കാര്യം പറയാൻ വേണ്ടി, അതായത് ഒരാളെ, ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്ന ഒരാളെ ചടങ്ങിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുക എന്നത് അംഗീകരിക്കാൻ പറ്റുമോ? മാത്രമല്ല, അത് കുറച്ച് കടന്ന കൈയുമാണ്. ചില പൊതുചടങ്ങുകളിലൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ പങ്കെടുക്കേണ്ടി വരും. അത്തരമൊരു പുകിലാണ് വിളിച്ചു വരുത്തിയത്. ആര്? ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മുൻ CMD ആയിട്ടുള്ള ഡോക്ടർ G രാജ്മോഹൻ അത്തരമൊരു പുകിൽ ചെയ്തു വെച്ചു. തിരുവനന്തപുരത്ത് നോർക്ക് സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു ഡോക്ടർ G രാജ്മോഹൻ മുഖ്യമന്ത്രിയുടെ മുഖത്തടിക്കുന്ന തരത്തിൽ സ്വാഗത പ്രസംഗം അങ്ങ് നടത്തിയത്. പറഞ്ഞത് അത്രമേൽ കുറുക്കിക്കൊള്ളുന്ന, നെഞ്ചത്തു കൊള്ളുന്ന വാക്കുകൾ. കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. VD സതീശൻ സാർ പോയോ? രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമുള്ള വേദിയല്ല. സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ചില ചാലക ശക്തിയാണ് രമേശ് ചെന്നിത്തല. ഇതായിരുന്നു ആ സ്വാഗത പ്രാസംഗികന്റെ വാക്കുകൾ. ഈ വാക്കുകൾ കേട്ടാൽ പിണറായിക്ക് അമർഷം വരിക സ്വാഭാവികമാണെന്നുള്ളത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. രാജ്മോഹൻ ആയതുകൊണ്ട് പിണറായിക്ക് കൂടുതലൊന്നും പറയാനും പറ്റില്ല. മാത്രമല്ല, രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥ. തന്നെ വേദിയിലെത്തി രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായിക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. അതായത് വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഈ ഒരു കടുംകൈ ഡോക്ടർ G രാജ്മോഹൻ അങ്ങ് നടത്തിയത്. ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി. സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകുന്ന പിണറായി ആ സമീപനം ഈ സമയത്ത് അങ്ങ് എടുത്തില്ല. പകരം ചടങ്ങിന് ശേഷം അതൃപ്തി വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു. അനൗദ്യോഗികമായി രവി പിള്ള അടക്കമുള്ളവരെ അമർഷം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇത് വലിയ പ്രശ്നത്തിലാണെന്നായിരുന്നു ചെന്നിത്തലയ്ക്ക് അടുത്തിരുന്ന MK പ്രേമചന്ദ്രന്റെ പ്രതികരണം. സ്വാഗത പ്രാസംഗികന്റെ ആശംസ സദസ്സിലാകെ ചിരിപടർത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിണറായിക്ക് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസംഗത്തിനിടെ ഇതിന് മറുപടിയും നൽകി. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികനാണ് തിരിച്ച് ട്രോൾ കണക്കുള്ള ഒരു മറുപടി മുഖ്യമന്ത്രി നൽകിയത്. ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നായിരുന്നു പിണറായിയുടെ മറുപടി. ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പൊക്കുകയായിരുന്നു സത്യത്തിൽ രാജ്മോഹൻ. ഇങ്ങനെ പറയുന്നത് പിണറായിയെ കേൾപ്പിക്കാൻ വേണ്ടി എന്തിന് പിണറായി ആ ചടങ്ങിലേക്ക് വിളിച്ചു എന്ന ചോദ്യം ഇവിടെ പ്രസക്തം തന്നെയാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറയാൻ പാടില്ലാത്തത് തന്നെയാണ് രാജ്മോഹൻ പറഞ്ഞു വെച്ചത് എന്നാണ് പരക്കെ പറയുന്നത്. സ്വാഗത പ്രാസംഗികനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി തീരുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് പിണറായി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയം ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരൻ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു കൊടും ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇത് സത്യത്തിൽ ആ വേദിയിലിരുന്ന എല്ലാവർക്കും തന്നെ കൊണ്ടിട്ടുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിന്റെ ഭവിഷ്യത്തുകൾ കേരള രാഷ്ട്രീയത്തിൽ വരാൻ കിടക്കുന്നതേയുള്ളൂ. അത് നമ്മൾ എല്ലാവരും കാണാൻ കിടക്കുന്നതേയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം ചങ്കത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ മറുപടി നൽകാനും മറുപണി നൽകാനും അദ്ദേഹത്തിന് കഴിയും.
ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കുപോക്കുകൾ അത്തരത്തിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഓരോരോ പ്രവർത്തികളും ഓരോരോ കാര്യങ്ങളും സംഭവങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പരിധി വിട്ട മറുപടി, അതായത് രവി പിള്ള എന്ന വ്യവസായി ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട മറുപടി മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. രാജ്മോഹന്റേത് അതിരുവിട്ട പരാമർശമാണെന്ന അഭിപ്രായം ഇപ്പോൾ രവി പിള്ള ഗ്രൂപ്പിനുമുണ്ട്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മുൻ CMD ആണല്ലോ രാജ്മോഹൻ. CPM നേതാക്കളുമായിട്ട് കൂടി അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. MA ബേബിയുടെ സഹകരണമുള്ള സ്വരലയയെ നയിക്കുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്തെ പ്രധാന സ്കൂളായ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാനാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഏറെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയത്. ഈ സാഹചര്യത്തിൽ രാജ്മോഹനുമായിട്ട് ഇനി CPM-ഓ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സഹകരണത്തിനുണ്ടാകില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഭരണത്തിൽ ഹാട്രിക്കാണ് CPM-ഉം പിണറായിയും ലക്ഷ്യമിടുന്നത്. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ പൗരപ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹന്റെ ചെന്നിത്തല സ്തുതി ശരിയായില്ല എന്ന വിലയിരുത്തലിലാണ് CPM ഉള്ളത്. നന്ദി.